ഹായ്, ചായ കുടിക്കുകയാണ്. ഇന്ന് ഓട്ടടയും കടലക്കറിയാണ്. ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. ചായ കുടിക്കട്ടെ. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് തേങ്ങാച്ചോറ് വെച്ചിട്ടുണ്ട്. അത് ഓഫാക്കി വെച്ചാണ്. അത് തുറന്നെടുത്താൽ മതി. പിന്നെ ചിക്കൻ കറി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോട്ടെ. ഇപ്പോൾ സമയം 9 മണിയായിരുന്നു. പൂവാണ് നാപ്പിയാണ് ഇട്ടത്. ഓണം ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് മഞ്ചേരി കസവ് കേന്ദ്രയ്ക്കാണ് വന്നിട്ടുള്ളത്. എല്ലാ കൊല്ലത്തെ പോലെ ഇക്കൊല്ലം ഇവിടേക്ക് തന്നെയാണ് വന്നത്. ഇപ്രാവശ്യം നേരത്തെ വന്നു, അതുകൊണ്ട് അധികം തിരക്കുകളൊന്നുമില്ല. ശുഭേറിന് വണ്ടി സർവീസിന് കൊടുക്കാണ്ടായിരുന്നു, അപ്പോൾ നേരത്തെ പോകുന്നതാണ്. അതുകൊണ്ട് പെട്ടെന്ന് അധികം തിരക്കൊന്നും ഇല്ലാതെ എടുത്തു പോരാനായി. എന്നാലും ഉച്ചയായിട്ടുണ്ട് കേട്ടോ. ഷോപ്പിങ്ങിന് ഇറങ്ങി എല്ലാവർക്കും എടുത്തതായി. ഉച്ചയായിട്ടുണ്ട് ഞങ്ങൾ പോരുമ്പോൾ. ഫസ്റ്റ് തന്നെ കുട്ടികൾക്ക് വേണ്ടിയാണ് സെലക്ട് ചെയ്തത്. പാൻറ് സെലക്ട് ചെയ്യാൻ വേണ്ടി ട്രയൽ റൂമിൽ കയറിയതാണ്. അത് പിന്നെ അതിനെ ഓടി നടന്ന് കളിക്കായിരുന്നു. ഓൻ്റെ പിന്നാലെ നടക്കണ്ടായിരുന്നു പണി. പിന്നെ കുട്ടികൾക്ക് 3 ആൾക്ക് കൊടുത്തതിന് ശേഷം പിന്നെ ശുഭേണ്ണാണ് സെലക്ട് ചെയ്തത്. അപ്പോഴേക്കന്നെ കുട്ടികൾ കുഴങ്ങിയിട്ടുണ്ട്. അവർക്ക് വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞു. വെള്ളം കൊണ്ടുപോയിട്ടുണ്ട്, എന്നാലും അവർക്കത് വേണ്ട, വിശക്കുണ്ട്, അപ്പോൾ എന്തെങ്കിലും വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ കോഫിയും സാൻഡ്വിച്ചും കഴിച്ചു. കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി പർച്ചേസിന് വേണ്ടി ഇറങ്ങി. അച്ഛന്, അമ്മയ്ക്ക്, എനിക്ക്, അങ്ങനെ എല്ലാവർക്കും. ചുരിദാർ സെക്ഷനിൽ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അവിടെ വലിച്ച് വാരി നിറയെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ തിരഞ്ഞ് അവസാനം ഒന്നെടുത്ത് പോന്നു. അപ്പോഴേക്ക് 2:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും വിശക്കാണ് പറഞ്ഞു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. കുഴിമന്തിയാണ് കഴിച്ചത്. അൽഫാമും കുഴിമന്തിയും അത് കഴിച്ചു കഴിഞ്ഞ് ശുഭേട്ടൻ പിന്നെ നേരെ വണ്ടി എടുക്കാൻ പോയി. ഞങ്ങൾ കസവ് കേന്ദ്രയിൽ വെയിറ്റ് ചെയ്തു. അവിടുന്ന് പിന്നെ സ്വീറ്റ് കോണും മസാല കോണും ഒക്കെ വാങ്ങി കഴിച്ചു. ഒരു കുഞ്ഞു ഷോപ്പിംഗ് വ്ളോഗാണത്. എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.